അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് ആദാബ് ഷുർബി വസ്തിബാബിൽ തനഫുസി ഖാരിജിൽ ഇന്നായി, പാത്രത്തിൽ നിന്ന് ഉള്ളിലേക്കല്ല പുറത്ത് ഒന്ന് ഓതല് സുന്നത്താണ്. അതേപോലെ തന്നെ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ പാനീയം അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകൾ തന്നെയാണ്, അദബുകൾ തന്നെയാണ് ഇനിയും നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിലാദ്യത്തേത്, ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തേത് ബാബു കറാഹത്തി ഷുർബി മിൻ ഫമിൽ ഖിർബ, പാത്രത്തിന്റെ വായയിൽ കൊണ്ട് വെള്ളം കുടിക്കൽ കറാഹത്താണ്. നഹ്വി, അതേപോലത്തത് എന്ന് വെച്ചാൽ ജഗ്ഗിൽ അപ്പാടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാതെ അങ്ങനെ തന്നെ വായ വെച്ച് വെള്ളം കുടിക്കൽ കറാഹത്താണ് എന്ന് പറയുന്ന ബാബാണിത്. ഒക്കെ കറാഹത്തേ ഉള്ളൂ, അത് ഹറാമോ അങ്ങനെയൊന്നുമില്ല. കുടിച്ച വലിയ കുറ്റവും എന്നാലും അത് ഒഴിവാക്കലാണ്. ബാക്കിയുള്ളവർക്ക് ഒരു തരം വസ്വാസ് അല്ലെങ്കിൽ ഒരു തരം അമർഷം, ഒരു തരം വെറുപ്പുണ്ടാക്കുന്ന പണിയായതുകൊണ്ടാണ്. എല്ലാവരും കുടിക്കുന്ന ഒരു പാത്രമാണെങ്കിൽ അത് വായ വെച്ച് കുടിക്കരുത് എന്നർത്ഥം. ഓക്കെ, അതാണ് പറയാൻ പോകുന്നത്. 433 ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചു, അൻ യുശ്റബ, കുടിക്കലിനെ നിരോധിച്ചു, മിൻ ഫിസ്സിഖായി, ഫി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വായ എന്നർത്ഥം. മിൻ ഫിസ്സിഖായി, തോൽപാത്രത്തിന്റെ വായ വെച്ചുകൊണ്ട് കുടിക്കൽ. അത് ഒരുപാട് ആൾക്കാർ കുടിക്കുന്ന സാധനമാണ് തോൽപാത്രം, അതിൽ വായ വെച്ച് കുടിക്കൽ ശരിയാവൂല. അവിൽ ഖിർബ, അല്ലെങ്കിൽ പാത്രം, സിഖ ആണെങ്കിലും ഖിർബത്താണെങ്കിലും പാത്രത്തിൽ വായ വെച്ച് കുടിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഫി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ഫ, ഫി, ഫു, അവിടെ വായ എന്നർത്ഥം. അതിൻ്റെ വായ ജഗ്ഗിൽ കുടിക്കൽ, ഇതൊക്കെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ഹദീസ് ഒന്ന് കാണാതെ പഠിക്കാനുള്ള ഹദീസാണ്, വളരെ ചെറിയ ഹദീസാണ്. അടുത്ത ഹദീസ്, വഅൻ ഉമ്മി സാബിത്തിൽ കബിഷ ബിൻത് സാബിത്ത് ഉഖ്ത ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വഅൻഹ ഖാലത്ത്, ഇവർ പറയാണ്, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സാബിത്തിന്റെ അടുക്കിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. ഫശരിബ മിൻ ഫി ഖിർബത്തിൻ, ഒരു പാത്രത്തിന്റെ വായിൽ നിന്ന് കുടിച്ചു, മുഅല്ലഖത്തിൻ, തൂക്കിയ വായ, ഖായിമൻ, നിന്നിട്ടാണ് കുടിച്ചത്. മുഅല്ലഖത്ത് ഇങ്ങനെ കെട്ടി തൂക്കിയാണ്, ഇങ്ങനെ മതിലും ബന്ധിപ്പിച്ച കെട്ടിത്തൂക്കിയ ഒരു പാത്രം, ആ പാത്രത്തിന്റെ വായിൽ നിന്ന് കുടിച്ചു. ഫഖുംതു ലാ ഫീഹ, ഞാൻ ഉടനെ തന്നെ ആ വായയുടെ അടുക്കിലേക്ക് പോയി. ഫഖത്തഹു, എന്നിട്ട് അതിന്റെ വായയുടെ ഭാഗം മുറിച്ച് സൂക്ഷിച്ചു വെച്ചു എന്നർത്ഥം. ഖത്താ, മുറിക്കുക. അപ്പോൾ കയറോ മറ്റോ കൊണ്ട് ഇങ്ങനെ ഒരു തോൽപാത്രം തൂക്കിയിട്ടുണ്ട്, ആ തോൽപാത്രത്തിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിച്ചു. ഉടനെ തന്നെ കുടിച്ച സ്ഥലം, ആ വായ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കൊണ്ട വായയുടെ ഭാഗം, ആ പാത്രത്തിന്റെ ഭാഗം ഞാൻ മുറിച്ചെടുത്തു എന്നർത്ഥം. എന്നിട്ട് ഇതിന്റെ വിശദീകരണത്തിൽ മുസന്നിഫ് റഹിമഹുല്ലാ പറയുക, വഇന്നമ ഖതഅതഹ, മഹദിയായ ഉമ്മു സാബിത്ത് കബിഷ ബിൻത് സാബിത്ത് റളിയല്ലാഹു അൻഹ ഇത് മുറിച്ചത് ലിതഹ്ഫള, സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. മുഅ്ലിയ ഫമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ കൊണ്ട ആ പാത്രത്തിന്റെ മുൻഭാഗം, വായ കൊണ്ട ആ പാത്രത്തിന്റെ, പ്രവാചകന്റെ ചുണ്ട് കൊണ്ടിട്ടില്ലേ, ആ ചുണ്ട് കൊണ്ട പാത്രത്തിന്റെ മുൻഭാഗം. വതതബറക ബിഹ, അതുകൊണ്ട് ബർക്കത്ത് കൊടുക്കാൻ, പ്രവാചകന്റെ വായ കൊണ്ടല്ല, അതുകൊണ്ട് ബർക്കത്തുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറിച്ചു വെച്ചതാണ്. വതസൂനഹു, ആ പ്രവാചകന്റെ വായ കൊണ്ട ഭാഗം സംരക്ഷിച്ചു നിർത്താനുമാണ്. അനിൽ ഇബ്തിദാലി, നശിച്ചു പോകുന്നതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനാണ്, നശിക്കുന്നതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനാണ്. വഹാദൽ ഹദീസ്, ഈ ഹദീസ് മഹ്മൂൽ അലാ ബയാൻ ജവാസ്, അങ്ങനെ കുടിക്കാം, ജായിസാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. വഹാദൽ ഹദീസ്, ഈ ഹദീസ് മഹ്മൂലൻ, വ്യാഖ്യാനിക്കപ്പെടണം, അലാ ബയാൻ ജവാസ്, ജായിസാണ് എന്ന്, ജായിസ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഹദീസാണെന്ന് വ്യാഖ്യാനിക്കപ്പെടണം. ജായിസാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ വൽ ഹദീസാനി സാബിഖാൻ, നേരത്തെ കഴിഞ്ഞു പോയ രണ്ട് ഹദീസുകൾ, അതോ ലിബയാൻ അഫ്ളലി, ഏറ്റവും നല്ലത് അങ്ങനെ കുടിക്കാതിരിക്കലാണ്. കുടിച്ചത് കൊണ്ട് കുഴപ്പമുണ്ട് ഇല്ല, നല്ലത് എന്താണ്, അങ്ങനെ വായ വെച്ചുകൊണ്ട്, പാത്രത്തിലേക്ക് വായ വെച്ചുകൊണ്ട് കുടിക്കാതിരിക്കലാണ്. കുടിച്ചാലോ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അതാണ് ഈ ഹദീസ് തെളിവ്. കുടിച്ചാൽ പ്രശ്നമുണ്ട് ഇല്ല. ലിബയാൻ അഫ്ളലി, അഫ്ളൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ രണ്ട് ഹദീസ് പറഞ്ഞത്.
വല്ലാക്കമേല് പൂർണ്ണത അതിൻ്റെ പൂർണ്ണമായ രൂപം അങ്ങനെയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജായിസും കാണിച്ചു തരണം, നല്ലതും കാണിച്ചു തരണം. അതുകൊണ്ടാണ് പ്രവാചകൻ കുടിച്ചിട്ടുള്ളത്. ജായിസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രവാചകൻ ഇങ്ങനെ കുടിച്ചിട്ടുള്ളത്. അല്ലാഹു അലം, അള്ളാഹുവിനറിയാം. അപ്പോൾ ജായിസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ ഇങ്ങനെ കുടിച്ചു. മറ്റത് നല്ലത് അതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ഹദീസ് ബാബു ബയാൻ ജവാസ് ശുർബി ഖായിമ, നിന്നുകൊണ്ട് വെള്ളം കുടിക്കാം. നല്ലത് ഏതാണ്? ഇരുന്നിട്ടാണ് വെള്ളം കുടിക്കുക. നിന്നിട്ട് വെള്ളം കുടിക്കാൻ പറ്റുമോ? ജായിസ് ആണ്, പക്ഷേ നിന്നിട്ട് കുടിക്കാതിരിക്കലാണ് നല്ലത്. നല്ലത് ഇരുന്നിട്ട് കുടിക്കലാണ് എന്നർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല സഖൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളം നൽകി, വെള്ളം കുടിപ്പിച്ചു. മിൻ സംസം, സംസം വെള്ളമാണ് കുടിപ്പിച്ചത്. ഫശരിബ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. വഹുവ ഖായിമുൻ, പ്രവാചകൻ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് എന്ത് കുടിച്ചത്? ആ വെള്ളം കുടിച്ചത്. പ്രവാചകൻ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ആ വെള്ളം കുടിച്ചത്. അപ്പോൾ നിൽക്കുന്ന സമയത്ത് കുടിക്കാം, പക്ഷെ നല്ലത് ഏതാണ്? നല്ലത് ഇരുന്നിട്ട് കുടിക്കലാണ്. നിൽക്കുന്ന സമയത്ത് കുടിച്ചാൽ ഭയങ്കരമായിട്ടുള്ള തെറ്റാണ്, ഗുരുതരമായിട്ടുള്ള പിഴവാണ്. അല്ല, നല്ലത് ഇരുന്നിട്ടാണ്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ടും കുടിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലത് ഇരുന്നിട്ട് കുടിക്കൽ തന്നെയാണെന്നർത്ഥം. ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇരുന്നിട്ട് തന്നെ കുടിക്കണം. ഇത് പ്രവാചകൻ നിന്നിട്ട് കുടിച്ചത് നിൽക്കലും ജായിസാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിൽക്കലും ജായിസാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അംർ ഇബ്നു ശുഐബ് നബി അൻജദി റളിയല്ലാഹു അൻഹു ഖാൽ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. യശ്രിബു ഖായിമ, നിന്നിട്ട് കുടിക്കുന്നതായിട്ട് കണ്ടു. വഖായിദ, ഇരുന്നിട്ടും കണ്ടിട്ടുണ്ട്. നിന്നിട്ടും കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. വഖായിദൻ, ഇരുന്നിട്ടും കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ടും കുടിച്ചിട്ടുണ്ട്, ഇരുന്നിട്ടും കുടിക്കും. ഇത് രണ്ടും കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നരുത്. ഇത് രണ്ടും കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിന്നിട്ട് കുടിക്കാം, ഇരുന്നിട്ടും കുടിക്കാം. ഇരുന്നിട്ട് കുടിക്കലാണ് നല്ലത്. നിന്നിട്ട് കുടിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും നല്ലത് ഇരുന്നിട്ട് കുടിക്കലാണ് എന്നർത്ഥം. ഓക്കെ. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു നഹാ യശ്റബ റജുൽ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധനം ഏർപ്പെടുത്തി യശ്റബ റജുൽ, ഒരാൾ കുടിക്കുന്നത്, ഖായിമൻ, നിന്നിട്ട് കുടിക്കുന്നത്. ഖാല ഖതാദ, ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖാലി അനസ്, ഈ ഹദീസ് പറഞ്ഞ അനസിനോട് ഞങ്ങൾ ചോദിച്ചു, ഫല്ലക്കുലു, ഓക്കെ കുടിക്കലും ഓക്കെയാണ്, നിരോധനം. ഇപ്പം തിന്നലോ? തിന്നാൻ പറ്റൂല, നിന്നിട്ട് തിന്നാൻ പറ്റൂല. ഖാല ദാലിക അശർ, അത് ഏറ്റവും മോശമാണ്. അഷർ ഏറ്റവും മോശമാണ്. വാഹ്ബസ് ഏറ്റവും വൃത്തികെട്ടതാണ്. അപ്പോൾ കുടിക്കുന്ന നിരോധനം ഏർപ്പെടുത്തിയാൽ പിന്നെ മറ്റേ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതാണ് പറഞ്ഞത്. ദാലിക്ക അഷർ, അത് ഏറ്റവും മോശമാണ്. വാഹ്ബസ് ഏറ്റവും, അഹ്ബസ്, അഹ്ബസ് ആണ് അഷർ എന്ന് പറഞ്ഞറിയില്ല. അഹ്ബസ് എന്നും അഷർ എന്നും ഒരേ അർത്ഥം, ചീത്തയാണെന്നർത്ഥം. നിന്നിട്ട് കുടിക്കുന്നതിനേക്കാൾ ചീത്തയാണ്, മോശമാണ് നിന്നിട്ട് തിന്നുക എന്നുള്ളത്. നിന്നിട്ട് തിന്നുക എന്നുള്ളതിനേക്കാളും മോശമാണ് എന്നർത്ഥം. ഓക്കെ, എന്നർത്ഥം. 438 നിങ്ങൾ പഠിക്കേണ്ട ഹദീസാണ്. 438 നിങ്ങൾ പഠിക്കേണ്ട ഹദീസാണ്. എന്താണ് ഹദീസ്? അൻ അബീ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യശ്രിബൻ അഹദുൻ മിൻകും, നിങ്ങളിൽ നിന്ന് ഒരാളും കുടിക്കരുത്, ഒരാളും കുടിച്ചു പോകരുത്. ഖായിമ, നിന്നിട്ട് ഒരാളും കുടിച്ചു പോകരുത്. നിങ്ങളിൽ നിന്ന് ഒരാൾ നിന്നിട്ട് കുടിച്ചു പോകരുത്. ഫമൻ നസിയ, ആരെങ്കിലും മറന്നിട്ട് അങ്ങനെ നിന്നിട്ട് കുടിച്ചാൽ, മറന്നത് കാരണത്താൽ നിന്ന് കുടിച്ചു പോയതെങ്കിൽ ഫല്യസ്തഖ്, സ്വന്തം ഉണ്ടാക്കി ഛർദ്ദിച്ചു കൊള്ളട്ടെ എന്നർത്ഥം. എന്നുവെച്ചാൽ അത്ര കണ്ട് പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല നിന്ന് കുടിക്കുക എന്നുള്ളത്. ഹലാലാണെങ്കിൽ തന്നെയും കഴിവിൻ്റെ പരമാവധി നിന്ന് കുടിക്കുക എന്നുള്ളത് ഒഴിവാക്കുക. ഫല്യസ്തഖ്, ഇരുന്നിട്ട് തന്നെ കുടിച്ചു കൊള്ളട്ടെ. ഫമനസി, ആരെങ്കിലും മറവി കാരണത്താൽ നിന്ന് കുടിച്ചാൽ ഫല്യസ്തഖ്, ഉണ്ടാക്കി ഛർദ്ദിച്ചു കൊള്ളട്ടെ എന്നർത്ഥം. ഉണ്ടാക്കി ഛർദ്ദിക്കണം എന്ന് വെച്ചാൽ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, നിരുത്സാഹപ്പെടുത്തണം. നിന്ന് കുടിക്കുന്നതിനെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തണം എന്നർത്ഥം. ഈ ഹദീസ് നിങ്ങൾ പഠിക്കണം. അടുത്തത് ബാബു ജവാദ് ശുർബ് മിൻ ജമീൽ അവാനി അത്വാഹിറ, ത്വാഹിറായ ഏത് പാത്രങ്ങളിൽ നിന്നും വേണമെങ്കിൽ കുടിക്കൽ സുന്നത്താണ്. ത്വാഹിറായിരിക്കണം. ജവാദ് ശുർബ് കുടിക്കൽ ജായിസാണ്. മിൻ ജമീൽ അവാനിബി, എല്ലാ പാത്രങ്ങളിൽ നിന്നും കുടിക്കൽ ജായിസാണ്. ത്വാഹിറായ ഏത് പാത്രങ്ങളിൽ നിന്ന് വേണമെങ്കിലും കുടിക്കാം. ഏത് പാത്രങ്ങളിൽ നിന്ന് വേണമെങ്കിലും കുടിക്കാം. ഏത് പാത്രങ്ങളിൽ നിന്ന് വേണമെങ്കിലും കുടിക്കാം എന്ന് പറയുന്ന ബാബാണിത്. ഏത് പാത്രങ്ങളിൽ നിന്ന് വേണമെങ്കിലും കുടിക്കാം എന്ന് പറയുന്ന ബാബാണിത്. അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്. 439 ഹദ്ീസാണ്. ഹളറത്തി സ്വലാത്തു,
നിസ്കാരത്തിന്റെ സമയമായി. പ്രവാചകന്റെ ചുറ്റിങ്ങനെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് നിസ്കാരത്തിന്റെ സമയമായത്. ഫക്കാമ, ഉടനെ എണീറ്റ് പോയി. മൻകാന കരീബദർ, തൊട്ടടുത്ത് വീടുള്ള ആൾക്കാരൊക്കെയും ഫി ഇലാഹ്ലി, തങ്ങളുടെ വീട്ടുകാരുടെ അടുക്കിലേക്ക് പോയി. അവിടെ നിന്ന് ഒന്നും എടുത്തു വരാൻ, തൊട്ടടുത്ത് വീടുള്ള ആൾക്കാർ അവിടെ നിന്നൊന്നും എടുത്തു വരാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അടുക്കിലേക്ക് പോയി. അഹ്ലി എന്ന് പറഞ്ഞാൽ കുടുംബക്കാരുടെ, തൻ്റെ വീട്ടിലേക്ക് പോയി. ബഖയ ഖൗമിൻ, കുറച്ച് ആൾക്കാർ അവിടെ തന്നെ ബാക്കി. ഇവരുടെ വീടൊക്കെയും ഒരുപാട് ദൂരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഇവർ ബാക്കിയായ ആൾക്കാർക്ക് ഉളു എടുക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ സന്നിധിയിൽ കൊണ്ടുവരപ്പെട്ടു. ബിമിഹ്ലബിൻ, ഒരു വലിയ പാത്രം. വലിയ പാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹിജാറത്തിൻ, മണ്ണിനാളുള്ള വലിയ പാത്രം, മണ്ണിനാളുള്ള വലിയ പാത്രം എന്തായി കൊണ്ടുവരപ്പെട്ടു. ഫസഖുറൽ മിഹ്ലബ് വളരെ ചെറുതായി. അയ്യബ്സുത ഫീഹി കഫഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരുടെ കൈ വിശാലമായിട്ട് ഇങ്ങനെ മുക്കി വെക്കാൻ മാത്രം ചെറുതായി. ഫസഖുറൽ മിഹ്ലബ് ചെറുതായി. അയ്യബ്സുത ഫീഹി, വിശാലമായിട്ട് വെക്കാൻ, ഇങ്ങനെ നിവർത്തി വെക്കാൻ. ബസത്ത, നിവർത്തി വെക്കുക. കഫോ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ വെക്കാൻ മാത്രമുള്ളത് എന്നല്ല, ചെറിയൊരു വടവ് അതിലുള്ള. അതുകൊണ്ട് വിരലിങ്ങനെ ഇട്ടു എന്നാണ്. കൈ മുഴുവനായിട്ട് അതിലിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരൽ ഇട്ടു എന്നർത്ഥം. ഫസഖറൽ മിഹ്ലബു, ഈ മൺപാത്രം വളരെ ചെറുതായി. അയ്യബ്സുത ഫീഹി, അതിൽ നിവർത്താൻ മാത്രം ചെറുതായി. കഫു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫ്. ഫതവല്ലൽ ഖൗമു കുല്ലുഹും, എല്ലാവരും അതിൽ നിന്ന് ഒളു എടുത്തു. ഫതവല്ലൽ ഖൗമു കുല്ലുഹും, എല്ലാവരും അതിൽ നിന്ന് ഒളു എടുത്തു. ചെറിയ പാത്രമാണ്, കൈ വെക്കാൻ കൂടി പറ്റുന്നില്ല. ഖാലു, അവർ ചോദിച്ചു, കം കുന്തും, എത്രയാണ് നിങ്ങൾ ഉണ്ടായതെന്ന് ചുറ്റും കൂടിയുള്ള ആൾക്കാരോട് ചോദിച്ചു. അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖാല, അപ്പോൾ പറഞ്ഞത് 80 അധികം ആൾക്കാരുണ്ടായിരുന്നു. ഇതൊരു ബറക്കത്താണ്. ഈ ബറക്കത്ത് എങ്ങനെയെന്ന് വെച്ചാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരൽ അതിൽ വന്നു എന്നർത്ഥം. ഓക്കെ. ഒഫീ റിവായത്തിൽ ലഹു, ഇതേ റിവായത്തിൽ മുസ്ലിം റഹിമഹുള്ളാഹിയുടെ, ബുഖാരിയുടെ, മുസ്ലിം റഹിമഹുള്ളാഹിയുടെ വേറൊരു റിപ്പോർട്ടുണ്ട് ഇതേ ഹദീസ്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ വിളിച്ചു വരുത്തി ബീനായിന്, ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ബീനായിന് ഒരു പാത്രം കൊണ്ടുവരപ്പെട്ടു. ബിഖദഹിൻ റഹ്റാഹിൻ, റഹ്റാഹുള്ളൊരു പാത്രം കൊണ്ടുവരപ്പെട്ടു. റഹ്റാഹ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂടി ചെറുതായ പാത്രം എന്നാണ്. റഹ്റാഹ് എന്ന് പറഞ്ഞാൽ മൂടി ചെറുതായ, ഓൾസ് ചെറുതായ ഒരു പാത്രം. അങ്ങനെ കൈ മുഴുവനായിട്ട് ഇടാൻ പറ്റാത്ത വലിയ വിശാലതയുള്ളൊരു പാത്രം. ഫീ ഷെയ്മിൻ മാൻ, നിറച്ചു വെള്ളം എന്നല്ല, ഒരൽപ്പം വെള്ളം മാത്രമേ ഉള്ളൂ. റഹ്റ എന്ന് പറഞ്ഞാൽ വലിയ പാത്രമാണ്, പക്ഷെ അതിന്റെ മൂടി, വെള്ളം വരുന്ന ദ്വാരം വളരെ ചെറുതാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു പാത്രം. ഫീഹി ഷെയ്മിൻ മാൻ, വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഫവല്ലാ സാബിയ ഫീഹി, അതിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരൽ വെച്ച്, കാരണം കൈ മുഴുവനും ഇടാൻ പറ്റുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫജഅൽ തൻദുറു ഇലൽ മാ, ഞാനിങ്ങനെ വെള്ളത്തിലേക്ക് നോക്കാൻ തുടങ്ങി. എംബു, അതിങ്ങനെ ഉറവ പൊട്ടി ഒലിക്കുന്നു. മിൻ ബൈനി അസാബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നുണ്ട്. ഫഹസസ്തു, ഞാൻ എണ്ണി. മൻ തവല്ല, ഒളു എടുത്ത ആൾക്കാരുടെ ഒരുമിച്ച് കൂട്ടിയിട്ട് എണ്ണി. മാബൈന 70 ഇലാ 80, ഏകദേശം 70-80 ഇടയിൽ ആൾക്കാരുണ്ടായിരുന്നു. ഹസസ്ത്, ഏകദേശം കണക്ക് നോക്കി. ഫഹസർത്തു, ഞാൻ ഏകദേശം കണക്ക് കൂട്ടി. മൻ തവല്ല, ഒളു എടുക്കുന്ന ആൾക്കാരുടെ നിന്ന് മാബൈന 70 ഇലാ 80, 70-80 ഇടയിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഉദ്ദേശം എന്താണ്? ഏത് പാത്രം, മൺപാത്രമാണ് എങ്കിലും മറ്റേ പാത്രമാണെങ്കിലും ജവാദു ഷുർബ്, അത് ജായിസാണ്, ഉപയോഗിക്കൽ ജായിസാണ് എന്നർത്ഥം. അതാണ് ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ കാണിച്ചത്. മനസ്സിലായല്ലോ? അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ കാണിച്ചത്. ഏത് പാത്രമാണെങ്കിലും ഉപയോഗിക്കുക എന്താണ്? ജായിസാണ് എന്നർത്ഥം. ജാബിർ, അടുത്ത ഹദീസ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ റജുലിൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരാളുടെ അടുക്കിലേക്ക് പോയി. മാഹു സ്വാഹിബുല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകന്റെ ഒരു സുഹൃത്തുണ്ട്. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അൻസാറിൽപ്പെട്ട ഒരാളോട് പറഞ്ഞു, ഇൻകാന ഇൻദക്, നിന്റെ അടുക്കലുണ്ടെങ്കിൽ, മാഉൻ, വെള്ളമുണ്ടെങ്കിൽ, ബാത ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ, ഫി ഷന്നത്തിൻ, ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ, ഇങ്ങനെ ഷന്നത്ത് എന്ന് പറഞ്ഞാൽ തോൽപാത്രം എന്നാണ് ഉദ്ദേശം. തോൽപാത്രത്തിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ ആ തോൽപാത്രത്തിൽ നിന്ന് കുടിച്ചോളാം.
ഇല്ല ഇല്ലെങ്കിൽ കറാന ഞങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ മുത്തി കുടിക്കൂലേ, കയ്യിലെടുത്ത് കുടിക്കൂലേ, അങ്ങനെ ചെയ്തോളാം എന്നർത്ഥം. ഇല്ല കറാന ഞങ്ങൾ പാത്രം ഉപയോഗിക്കാതെ പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രം ഉപയോഗിച്ചിട്ട് കുടിക്കാം, എന്ന് വെച്ചാൽ ഗ്ലാസ്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് കുടിക്കാം. ഇല്ല കറാന ഗ്ലാസ് ഇല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കുടിക്കാം എന്നർത്ഥം. മനസ്സിലായല്ലോ? പാത്രം ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ വലിയ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ കുടിക്കല്, കൈ കൊണ്ട് ഇങ്ങനെ മുത്തി കുടിക്കൂലേ, അതിനെയാണ് കറാ എന്ന് പറയല്. ഷന്നത്തിന് പാത്രം ഉണ്ടെങ്കിൽ കുടിക്കാനുള്ള ഗ്ലാസ്സോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കുടിക്കാം. ഇല്ല കറാനാകത് ഇല്ലെങ്കിൽ കറാന ഞങ്ങൾ എന്ത് ചെയ്താക്കാം, മൊത്തി കുടിക്കാം, കൈ കൊണ്ട് ഇങ്ങനെ എടുത്തു കുടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഷന്നത്തെടുക്കുക. നേരത്തെ പറഞ്ഞ ഹദീസ് ഇവിടെ എന്തൊക്കെ ഹലാലാണ്? മിഹ്ലബ് ഹലാലാണെന്ന് പറഞ്ഞു അല്ലെ, മിഹ്ലബ് ഹലാലാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റഹ്റാഹ് ഹലാലാണെന്ന് പറഞ്ഞു. ഇവിടെ ഷന്നത്ത്, ഇതൊക്കെ വ്യത്യസ്ത പാത്രങ്ങളാണ്. ത്വാഹിറായ പാത്രമായത് കൊണ്ട് തന്നെ അതെന്താണ്, ജവാസാണ്, ഹലാലാണ് എന്നർത്ഥം. മെഹ്ലബ് ജായിസാണ്, റഹ്റാഹ് ജായിസാണ്, ഷന്നത്ത് ജായിസാണ്. ഇത് ത്വാഹിറായത് കൊണ്ടാണ് ഹലാലാകുന്നത്. മനസ്സിലായോ? അങ്ങനെ ഹലാലല്ലാത്ത മറ്റു പാത്രങ്ങളൊക്കെ പറയുന്നുണ്ട്, ഹലാലല്ലാത്ത മറ്റു പാത്രങ്ങളൊക്കെയും പറയുന്നുണ്ട്. അതാണ് അടുത്ത രണ്ട് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. വൻ ഹുസൈഫ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാന ഞങ്ങളോട് ഞങ്ങൾക്ക് നിരോധിച്ചു അനിൽ ഹരീരി, ഹരീർ എന്ന് പറഞ്ഞാൽ പട്ട് വസ്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ദീബാജ്, പട്ടിൻ്റെ വേറൊരു കോലാണ് ദീബാജ്. അതിൻ്റെ ഇത് ഇറച്ചിയും മറ്റു കാര്യങ്ങളൊക്കെയും ദീബാജ് അത്ര കണ്ട് വെട്ടല്ല, എന്നാൽ അത് ഹറാമാണ്. വഷുർബി, വെള്ളം കുടിക്കാനും പറ്റൂല. ഫിയാനി തിദാബി, സ്വർണത്തിന്റെ തളികൾ, സ്വർണത്തിന്റെ പാത്രത്തിലും, അൽഫില്ല വെള്ളിയുടെ പാത്രത്തിലും, സ്വർണത്തിന്റെ വെള്ളിയുടെ പാത്രത്തിലും വെള്ളം കുടിക്കാൻ പറ്റൂല. പട്ട് ഉപയോഗിക്കാൻ പറ്റൂല, കുടിക്കാനും പറ്റില്ല സ്വർണ്ണം വെള്ളിയിൽ. ഒക്കാല എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ലഹും ഫിദ്ദുന്യ, അത് അവർക്കുള്ളതാണ് ദുനിയാവിൽ, അത് അവർക്കുള്ളതാണ് ദുനിയാവിൽ, അവർക്കുള്ളതാണ്. ആർക്ക്? കാഫിര്യങ്ങൾക്ക്, അമുസ്ലിങ്ങൾക്കുള്ളതാണ്. സ്വർണം വെള്ളിയൊക്കെയും അതേപോലെ തന്നെ പട്ടൊക്കെയും അമുസ്ലിങ്ങൾക്കുള്ളതാണ് ദുനിയാവിലും. വഹിയ, ഇതേ സ്വർണവും ഇതേ വെള്ളും ഇതേ പാത്രവും ഇതേ പട്ടുമൊക്കെ ഇല്ലൊക്കെ നിങ്ങൾക്കാണ് ഫിൽ ആഖിറ, അന്ത്യനാളിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഇപ്പോ നിങ്ങൾ ഉപയോഗിക്കരുത്, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് പിന്നീട് കിട്ടുമെന്നർത്ഥം. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കരുത്, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പിന്നീട് കിട്ടും, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പിന്നീട് കിട്ടുമെന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ ഈ ഹദീസ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ത്വാഹിറായതാണ്. അപ്പോൾ ആനിത താപം ഫില്ലത് ത്വാഹിറായതാണ്. അല്ല, അതുകൊണ്ട് അതിൽ നിന്ന് കുടിക്കാൻ പറ്റൂല എന്ന് ഉദ്ദേശം, അതിൽ നിന്ന് കുടിക്കാൻ പറ്റൂല എന്നർത്ഥം. അല്ലാതെ ഏത് പാത്രത്തിൽ നിന്നും കുടിക്കാം. ദഹബ് ഫില്ലത്ത്, ദഹബിന്റെ പാത്രങ്ങൾ, സ്വർണത്തിന്റെ വെള്ളിയുടെയും പാത്രങ്ങൾ, അല്ലാതെ ബാക്കി എന്തെങ്കിലും കുടിക്കാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ പറഞ്ഞു, അല്ലദീ യശ്റബു ഫീ ആനിയത്തിൽ ഫില്ല, സ്വർണത്തിന്റെ അല്ല വെള്ളിയുടെ പാത്രത്തിൽ നിന്ന് കുടിക്കുന്ന ആള്, സ്വർണത്തിൻ്റെത് ഏതായാലും പറയേണ്ട ആവശ്യമില്ല, വെള്ളിയുടെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ആള്, ഇന്നമാ യുജർജിറു, അവൻ ഇറക്കുന്നത് ഫീ ബത്നിഹി, അവന്റെ വയറ്റിലേക്ക് ഇറക്കുന്നത് നാറ ജഹന്നം, വെള്ളമല്ല മറിച്ച് നരകത്തിലെ തീയാണ് വെള്ളിപ്പാത്രത്തിൽ നിന്ന് കുടിക്കുന്ന ആൾക്കാർ ഇറക്കുന്നത്. ഇന്നമല്ലദീ യശ്റബു ഫീ ആനിയത്തിൽ ഫില്ല, വെള്ളിയുടെ പാത്രത്തിൽ നിന്ന് കുടിക്കുന്ന ആൾക്കാർ, ഇന്നമാ യുജർജിറു, അയാൾ തൊണ്ടക്കുഴിയിലൂടെ ഇറക്കുന്നത് ഫീ ബത്നിഹി, വയറ്റിലേക്ക് ഇറക്കുന്നത് നാറ ജഹന്നം, നരകത്തിലെ തീയാണെന്നർത്ഥം. അപ്പോൾ ഇത് സ്വർണവും വെള്ളിയും ശുദ്ധിയല്ല, അതുകൊണ്ട് അതിൽ നിന്ന് കുടിക്കാൻ പറ്റൂല. ബാക്കി ഏത് പാത്രത്തിൽ നിന്നാണെങ്കിലും കുടിക്കാം. അത് ഷന്നത്തായിക്കോട്ടെ, റഹ്റാഹ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മളെന്ന് ഫസ്റ്റ് പറഞ്ഞ മിഹ്ലബ് ആയിക്കോട്ടെ, പ്രശ്നമേ ഇല്ല, ഉപയോഗിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഫില്ലത്താണെങ്കിൽ അഥവാ വെള്ളിയാണെങ്കിൽ, അതേപോലെ തന്നെ ദഹബ് സ്വർണമാണെങ്കിൽ പറ്റൂല എന്നർത്ഥം, അത് അനുവദനീയമല്ല എന്നർത്ഥം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഷുർബിൻ്റെ അത്തൈമത്തിൻ്റെ ഇതൊക്കെ ആദാബ് കഴിഞ്ഞ് ഇനി വസ്ത്രധാരണ രീതിയിൽ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾക്ക് ഇനി പഠിക്കാൻ പോകുന്നത്, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മൾ നിർത്താണ്. ഇലൽ ലിഖാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.